നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. 2020 വിട പറഞ്ഞ് 2021 സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് എല്ലാവരും തന്നെ. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ന്യൂ ഇയർ കാർഡുകൾ പുറത്തു നിന്ന് വാങ്ങാറുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്തവണ നമുക്ക് ന്യൂ ഇയർ കാർഡ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? അപ്പോൾ ന്യൂ ഇയർ കാർഡ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ കാണാം. ന്യൂ ഇയർ കാർഡ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കളർ പേപ്പർ, സ്കെയില്, സ്റ്റിക്കർ, പേന, ക്രയോൺ, കത്രിക, വെള്ളമുത്തുകൾ, പശ എന്നിവയാണ്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് സമചതുരാകൃതിയിലുള്ള പേപ്പറുകൾ നമുക്ക് ആവശ്യമാണ്. 6 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് മടക്കിയെടുക്കണം. അതിനുശേഷം വീണ്ടും ഇത് ഒന്നുകൂടെ മടക്കിയെടുക്കാം. 3 തവണയാണ് ഇങ്ങനെ മടക്കേണ്ടത്. ഒരു തവണ കൂടി ഇതുപോലെ മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം ഒരു കത്രിക ഉപയോഗിച്ച് താഴത്തെ കോണിൽ നിന്ന് ഇങ്ങനെ ത്രികോണാകൃതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് തുറന്നു നോക്കുമ്പോൾ ഒരു പൂവിൻ്റെ പോലെയാണ് നമുക്ക് കിട്ടുക. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം പേപ്പറുകൾ കട്ട് ചെയ്തെടുക്കണം. അതിനു മുൻപായിട്ട് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് ഇതൊന്ന് വിടർത്തി കൊടുക്കുക. ഇനി ഇതുപോലെ നമുക്ക് പേപ്പറുകൾ ഉപയോഗിച്ച് മറ്റുള്ളവയും തയ്യാറാക്കാം. ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് മടക്കിയെടുത്ത ശേഷം പശ വെച്ച് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ നല്ലൊരു പൂവിൻ്റെ ആകൃതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് 2-3 മുത്തുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ പശ വെച്ചതിന് ശേഷം മുത്തുകൾ ഇതിന് പുറത്തായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് ആവശ്യമാണ്. ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് കാർഡ് തയ്യാറാക്കാൻ ഇതുപോലെ ഒരു കറുത്ത പേപ്പർ എടുത്ത് 2ആയിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം ഇത് തുറക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് അതേ അളവിലുള്ള മറ്റൊരു പേപ്പർ എടുക്കാം. ഇഷ്ടമുള്ള കളറിലുള്ള പേപ്പർ എടുക്കാവുന്നതാണ്. ഞാനിവിടെ റോസ് കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ 2ആയി മടക്കിയ ശേഷം മുറിച്ചെടുക്കണം. ഇത് നമുക്ക് ആദ്യം മടക്കി വെച്ചിട്ടുള്ള കറുത്ത പേപ്പറിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് പശ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. തുറക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതുണ്ടാവുക. ഇനി നമുക്ക് ഒരു സ്കെയിൽ വെച്ച് ഇതിന്റെ മുഴുവൻ നീളം നോക്കണം. 21 സെന്റിമീറ്റർ ആണ് ഇതുള്ളത്. ഇനി ഇതിന്റെ പകുതി അളവ്, അതായത് 10.5 സെന്റിമീറ്ററിന്റെ അവിടെയായിട്ടൊരു മാർക്ക് രേഖപ്പെടുത്തി അത് ഇതുപോലെ ഉള്ളിലിട്ട് വരച്ചു കൊടുക്കണം. അതിനുശേഷം ഇതൊരു കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. ഇതുപോലെയാണ് മുറിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക. ഇതിനി ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. ഒരു കോൺ പോലെയാണ് ഇതുണ്ടാവുക. ഇത് ഒട്ടിയിരിക്കാനായിട്ട് നമുക്ക് പശയും തേച്ച് കൊടുക്കാം. ഇതുപോലെ 2 ഭാഗവും മടക്കിയെടുക്കണം. ഇവിടെ 2 ഭാഗവും പശ വെച്ച് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ പശ തേച്ച് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഓരോരോ മുത്തുകളായിട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ വെള്ള മുത്തുകളാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ എടുക്കുന്നത്. അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ 2-3 ലെയറുകളായിട്ട് അടുത്തടുത്ത് മുത്തുകൾ ഇതുപോലെ പശ തേച്ച ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒരു 4 ലെയർ പോലെ ഒരു വശത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൂവ് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ 2 എണ്ണവും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രയോൺ ഉപയോഗിച്ച് ഇതിൻ്റെ നടുക്കായിട്ട് ന്യൂ ഇയർ വിഷസ് എഴുതി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അകത്ത് ഒരു ഭംഗിക്കായിട്ട് ഇതുപോലെ 3 ഡോട്ട് പോലെ പശ തേച്ച ശേഷം അവിടെയും മുത്തൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് സ്മൈലി സ്റ്റിക്കേഴ്സ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ന്യൂ ഇയർ കാർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞു.
കണ്ടില്ലേ എത്ര സിമ്പിളാണ് വീട്ടിൽ തന്നെ ഒരു കാർഡ് ഉണ്ടാക്കി എടുക്കാമെന്ന്. കുട്ടികൾക്ക് വരെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ സ്വന്തമായിട്ട് ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നൽകാവുന്നതാണ്. വളരെ എളുപ്പത്തിനാണ് ഇത് തയ്യാറാക്കിയത്. ഒരുപാട് കാശ് കൊടുത്ത് പുറത്തുനിന്ന് ഒരു ന്യൂ ഇയർ കാർഡ് വാങ്ങി നൽകുന്നതിലും എത്രയോ ഭേദമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും വീട്ടിലിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.